യുക്രൈനിലെ യുദ്ധത്തിന് വിചിത്രമായൊരു വിളിപ്പേര് ലഭിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഡ്രോൺ യുദ്ധം. സൈനിക വിദഗ്ധർ ഇതിനെ ഒരു ഗെയിം ചേഞ്ചറായാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു പുതിയ തരം യുദ്ധത്തിൻ്റെ ഉദയം. യുക്രൈൻ ഡ്രോണുകളെ ആയുധങ്ങളാക്കി മാറ്റി. യൂറോപ്യൻ വിതരണക്കാരുമായി കരാറുകൾ ഉറപ്പിച്ചു. പക്ഷേ ഒരു ചോദ്യം അവശേഷിച്ചു. റഷ്യയ്ക്ക് ഡ്രോണുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു? ഉത്തരവും വന്നു കഴിഞ്ഞു. ചൈനയാണ് പിന്നിൽ. ഈ ഡ്രോൺ വർധനയ്ക്ക് പിന്നിൽ എയറോഫിറ്റ് എന്ന റഷ്യൻ കമ്പനിയാണ്. ഈ കമ്പനി ഓരോ മാസവും ആയിരക്കണക്കിന് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഓട്ടേൽ റോബോട്ടിക്സ് എന്ന ചൈനീസ് കമ്പനിയുമായി സഹകരണമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ചൈനീസ് കമ്പനി സിവിലിയൻ ഡ്രോണുകൾ നിർമ്മിക്കുന്നു. 2022 റഷ്യയിലേക്കുള്ള വിൽപ്പന നിർത്തിയെന്ന് ഓട്ടേൽ റോബോട്ടിക്സ് അവകാശപ്പെടുന്നു. പക്ഷേ രഹസ്യരേഖകൾ പറയുന്നത് മറ്റൊന്നാണ്. 2025 വരെ റഷ്യൻ എഞ്ചിനീയർമാർ ഓട്ടേൽ റോബോട്ടിക്സിൻ്റെ ജീവനക്കാരുമായി സംസാരിച്ചിരുന്നു. ഉപരോധങ്ങൾക്കിടയിലും ഇത് സാധ്യമാണോ? ചില ഭാഗങ്ങൾ മലേഷ്യ വഴിയും മറ്റുള്ളവ ദുബായ് വഴിയും കസാഖ്സ്ഥാനിലോ കിർഗിസ്ഥാനിലോ ആസ്ഥാനമായുള്ള ഷെൽ കമ്പനികൾ വഴിയും വരുന്നു. ഉപരോധങ്ങൾ നിലവിലുണ്ടെങ്കിലും ചൈനീസ് കമ്പനികൾ ഭാഗങ്ങൾ വിൽക്കുന്നത് തുടരുന്നു. ലോകമെമ്പാടുമുള്ള യുദ്ധമേഖലകളിൽ ചൈനയുടെ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. യുക്രൈനിലും ഈ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ മാസം ഇസ്രായേലുമായുള്ള 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇറാൻ്റെ ആയുധപ്പുര ശൂന്യമാകാൻ തുടങ്ങി. അപ്പോഴാണ് ചൈന തെഹ്റാനിലേക്ക് മിസൈൽ ബാറ്ററികൾ വിതരണം ചെയ്തത്. എണ്ണയ്ക്ക് പകരമായാണ് ഇറാൻ ആയുധങ്ങൾ വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളല്ല. ഇറാൻ്റെ ലക്ഷ്യം വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുകയാണ്. ചൈന അതിന് സഹായിക്കുന്നുവെന്ന് മാത്രം. യുക്രൈനിലും ഇറാനിലും മാത്രമല്ല, പരിശോധിച്ചാൽ അവ പലയിടത്തും ഉണ്ടെന്ന് മനസ്സിലാകും. ഗാസയിൽ ചൈനീസ് ടാങ്ക് വേദ മിസൈലുകളെ കണ്ടു. സിറിയയിലും ലിബിയയിലും വിമത സംഘങ്ങൾ ചൈനീസ് വ്യോമവേദ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ആഫ്രിക്കയിൽ ചാഡിലും സുഡാനിലും ചൈനീസ് ഹാർഡ്വെയർ ഉണ്ട്. മ്യാൻമറിൽ സൈനികരും വിമതരും ചൈനീസ് റൈഫിളുകൾ ഉപയോഗിക്കുന്നു. ചില സംഘർഷങ്ങളിൽ ചൈന ഇരുപക്ഷക്കാർക്കും ആയുധം നൽകുന്നു. ഈ വിതരണങ്ങളിൽ ഭൂരിഭാഗവും രഹസ്യമാണ്. മൂന്നാമൻ വഴി അല്ലെങ്കിൽ ഷെൽ കമ്പനികൾ വഴി ചൈന ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു. എന്നാൽ ഈ ആയുധങ്ങൾ മികച്ചവയാണോ? ചൈന പലപ്പോഴും എക്സ്പോർട്ട് വേരിയൻറ്റുകൾ വിൽക്കുന്നുണ്ട്. താഴ്ന്ന നിലവാരമുള്ള വില കുറഞ്ഞ പതിപ്പുകളും ചൈന വിതരണം ചെയ്യുന്നു. ഉദാഹരണത്തിന് നൈജീരിയൻ സൈനികർ അവരുടെ ചൈനീസ് ടാങ്കുകൾ തകർന്ന് പരാജയപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ചില രാജ്യങ്ങൾ വീണ്ടും റഷ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ ആയുധ വിതരണക്കാരിലേക്ക് തിരികുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആയുധ മത്സരം വെറും ശക്തിയിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ലഭ്യതയും പ്രധാനമാണ്. ചൈനയുടെ പ്രത്യേകത അതാണ്. ചൈന ലോകത്തിലെ 4ാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരാണ്. US, റഷ്യ, ഫ്രാൻസ് എന്നിവയ്ക്ക് പിന്നിലാണ് ചൈനയുടെ സ്ഥാനം. ബെയ്ജിംഗ് യുദ്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നു. പക്ഷേ അവരുടെ ആയുധങ്ങൾ എല്ലാ യുദ്ധങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ചൈനയുടെ കളി.